ഈ വീഡിയോയുടെ ഫസ്റ്റ് പോർഷനിൽ സർജറി ഡേ എന്നൊക്കെ കണ്ട് നിങ്ങൾ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കരുത്. ഇതൊരു കുഞ്ഞ് അപാരതയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് കാത് കുത്തിയായിരുന്നു. ആ കാത് കുത്തിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോയ സമയത്ത് കാത് കുത്തിയായിരുന്നു. നമ്മുടെ പിന്നെ പോർഷൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടൊരാഗ്രഹം തോന്നിയ ഒരു കാത് കുത്തി. കുറേ തവണയായി കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുത്തുന്നു, വീണ്ടും അത് ശരിയാവുന്നില്ല. വീണ്ടും അപ്പോൾ ഗണ്ണ് വെച്ചാണ് ആദ്യം കുത്തിയിരുന്നത്. ഗണ്ണ് വെച്ച് കുത്തി കഴിയുമ്പോഴൊക്കെ ഇൻഫെക്ഷൻ വരുവാണ്. അപ്പോൾ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വീണ്ടും ഞാൻ കുത്തി, കാത് വീണ്ടും കുത്തി. അതെങ്ങനെ മറ്റേ ഡോക്ടറെ കൊണ്ട് നേരെ തട്ടാനൊക്കെ കുത്തുന്ന പോലത്തെ ഒരു കുത്തൽ കുത്തി. വേദനയൊക്കെ സഹിച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, അതുപോലെ തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പോയി. പക്ഷേ വീണ്ടും ഇവിടെ വന്ന് കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും കാത് പഴുക്കാൻ മാത്രമല്ല, അത് അങ്ങോട്ട് സ്കിൻ വന്ന് മൂടിപ്പോയി. ആ സ്കിൻ വന്ന് മൂടിയതിന് ശേഷം എനിക്കത് സ്റ്റക്കായിപ്പോയി. അതായത് അതിൻ്റെ ഉള്ളിൽ എൻ്റെ കമ്മലിരിക്കുക സ്റ്റക്കായിട്ട്. അതിന് ശേഷം ഞാൻ വീണ്ടും ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചു. എന്നിട്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് സർജറി ചെയ്തെടുക്കേണ്ടി വരും, കീറേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അത് കീറി എടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൈവറ്റിലാണ് പോയത്. അവിടെ ഒരു 1.5 സംഭവങ്ങളാണ് നടന്നത്. അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ പോയി, അതായത് നമ്മളെ ടിക്കറ്റിൻ്റെ പൈസ, അത് കഴിഞ്ഞ് നാട്ടിൽ പോയി കാത് കുത്തിയതിൻ്റെ പൈസ, എടുത്തതിൻ്റെ പൈസ, കാതിൽ നിന്ന് ആ കമ്മൽ ഊരിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരാൻ ചെയ്യാം. എല്ലാ വീട്ടുകാരെയും എല്ലാവരും കാണുകയും ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ. ഇത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും എമൗണ്ട് അവർ പറഞ്ഞത്. $3,000 സംതിങ് എൻ്റെ ഈ കാത്, അതായത് കാതിൽ നിന്ന് ഇതെടുക്കാൻ വേണ്ടി ഒരു എത്ര മണിക്കൂർ, ഒരു 4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളൂ. അത് ഓപ്പറേഷൻ തിയേറ്റർ വെച്ച് അണ്ടർ അനസ്തേഷ്യയിലാണ് ഞാനിത് എടുത്തത്. ഇത് ഊരിയെടുത്തത്. പക്ഷേ എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ അയ്യോ ഇത്ര പൈസ ആയതെന്ന് ഒരു കാര്യമില്ലാതെ എൻ്റെ ഒരു തോന്നലിൽ ഞാൻ കാത് കുത്തി. അതിത്രേ പണി തരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇത് അനസ്തേഷ്യ എടുത്തതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിളി പോയി. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ നടന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ കഥയാണ് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കാൻല ഊരി നമ്മളെ ഡിസ്ചാർജ് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു 4 മണിക്കൂർ മാത്രമാണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്തത്. പക്ഷേ ബില്ല് അത്രയും കൂടുതലായിരുന്നു. അതും കഴിഞ്ഞ് ഞാനിവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരാഴ്ച ഓരോ ബില്ല് അയക്കുമായിരുന്നു. അങ്ങനെ ടോട്ടൽ ഇപ്പം എത്രയായെന്ന് ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയില്ല. ആ സമയം ഉണ്ടെങ്കിൽ നാട്ടിൽ പോയി വരേണ്ട ഞാനാണ്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു ഇത് ഇത്രയും പൈസ ആകുമെന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പം പൈസ തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും മണ്ടത്തരങ്ങൾ പറ്റുമ്പോൾ ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും.